വരുമോ ഇക്കാവിലിരുന്നൊന്ന് കളിക്കാം കണ്ണൻ ചിരട്ടയിൽ മണ്ണം ചോറാക്കി പുന്നയില കണ്ട്. വീടൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല, അല്ലെ കുടുംബം തിരിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരുടെ നഷ്ടം വരുന്ന കാലഘട്ടത്തിൽ മാത്രമേ മറ്റൊരാൾക്കൂടെ പ്രവേശനമുള്ളൂ. നെടുമുടി വേണുചേട്ടൻ ഇവിടുത്തെ സീമ ചേച്ചിക്ക് മുമ്പ് ഇതിൻ്റെ പേട്ടർ നെടുമുടി വേണുചേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇപ്പോൾ അത്. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ ആദ്യ നായകനാണ് നെടുമുടി വേണുചേട്ടനെ. ഈ വേദിയിൽ ചേച്ചി അരങ്ങേറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. അതെല്ലാം ചാനലുകാരും പറഞ്ഞു ഇവിടെ ഞങ്ങൾ നടത്തും. അത് ഞങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? അയ്യോ ചേച്ചി കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കുമ്പം ആ വീടല്ല. അപ്പോൾ അതൊരു പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു സന്തോഷം, വീണ്ടും സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു സന്തോഷം. അപ്പം വിശപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഇത് തന്നെയാണ് ബീന ചേച്ചിക്ക് സംഭവിച്ചത്. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇത്രയും സെലിബ്രിറ്റിയായ ഇത്ര വലിയൊരു ആള്, ഇത്രയും വർഷം കലാരംഗത്ത്, ദൈവം തന്നതല്ലേ കല, അത്രയും വലിയൊരു കഴിവുണ്ടായിരുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരമില്ല, എനിക്ക് ഭയമാണ് എൻ്റെ സഹോദരങ്ങൾ തരുന്നത് കഴിക്കാമെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം സന്തോഷം നൽകുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു കാര്യത്തിൽ. അപ്പൊ ഇതിനെ ഞങ്ങളുടെ ആഗ്രഹമാണ്, ഇതിനെ നിങ്ങൾ അനാഥാലയമായിട്ട് കാണണ്ട. ഇത് ഞങ്ങളുടെ വീടാണ്, നമ്മളുടെ വീട്. ഇവിടേക്ക് എങ്ങനെ എത്തിയത്? ഇപ്പൊ സാറാണ് ചേട്ടൻ അല്ലേ? ദൈവം എന്നൊക്കെ പറയാതെ, ദൈവമുണ്ട് നിങ്ങളുടെ ഇടയിലാ ദൈവം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ബീന ചേച്ചിയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അല്ലേ? എന്താണ് കുടുംബത്തെ പറ്റി പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. സിനിമ തെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്, നമ്മൾ മുന്നേ കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു ബീന ചേച്ചിനെ സംബന്ധിച്ചിട്ട്. അപ്പം അതിൻ്റെ ഒരു തുടർക്കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മളവിടെ ചേച്ചിനെ സുരക്ഷിതമായിട്ട് അടൂർ മഹാത്മാ ജനസേവ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും നമുക്ക് രാജേഷ് സാറിൻ്റെ അടുത്ത് ചോദിച്ചറിയാം. ഹായ്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ചേച്ചീനെ കൊണ്ടുവരുന്നു, അതുവരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടായത്? ഇത് മഹാത്മാ ജീവകാരുണ്യ ഗ്രാമമാണ്. ഇത് അടൂരിലെ കുളത്തിനാൽ എന്ന സ്ഥലമാണ് ഇപ്പം ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് മഹാത്മയുടെ ഏറ്റവും വ്യത്യസ്തമായൊരു പ്രോജക്റ്റാണ്. ഇത് കുറേ കൊച്ചു വീടുകളായിട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഗ്രാമമാണ്. ചേച്ചിയും ഇവിടെ ഒരു കൊച്ചു വീട്ടിൽ ഇപ്പോൾ താമസമാക്കിയിരിക്കുകയാണ്. ഒരു വീട്ടിൽ തന്നെ ഒരു വീടിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതെ. ഇത് വീടിന്റെ ഫീൽ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ മഹാത്മയിൽ ഏകദേശം ഒരു 300-ലധികം ആളുകളാണ് താമസിക്കുന്നത്. എല്ലാവരും ഈ സ്വന്തം വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിൽ വന്നേക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ വീടൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല, അല്ലെ കുടുംബം തിരിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വന്തം വീടെന്ന നിലയിൽ അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് ഈ കൊച്ചു കൊച്ചു വീടുകളായിട്ട് രൂപീകരിച്ചിരിക്കുന്നത്. സാധാരണ എല്ലായിടത്തും കെട്ടിടങ്ങളാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു 5 മുതൽ 7 പേര് വരെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം അത് അവരുടേതാണ്. അവരുടെ നഷ്ടം വരുന്ന കാലഘട്ടത്തിൽ മാത്രമേ മറ്റൊരാൾക്കൂടെ പ്രവേശനമുള്ളൂ. അതപ്പോൾ അവരുടെ സ്വന്തം വീട്, ഇവിടെ കൃഷിയുണ്ട്, ഫിഷ് ഫാമിംഗ് ഉണ്ട്, മുളക് പൊടി കറി പൗഡർ നിർമ്മാണ യൂണിറ്റുകളുണ്ട്. അവിടെ അവർ ജോലി ചെയ്യുക, അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് അവരുടെ ജോലികൾ, എല്ലാ ജോലിയൊന്നും ഇല്ല, ഇവിടെ വേറെ സ്റ്റാഫുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സാധ്യത, അവരുടെ മാൻ പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത. ചിലപ്പോൾ മുളക് ഉണങ്ങാൻ നിൽക്കും, മല്ലി കഴുകിത്തരും, അങ്ങനെയൊക്കെയുള്ള ജോലികൾ. അപ്പം അങ്ങനെ ഒരു മനോഭാവം അവർക്ക് സൃഷ്ടിക്കുക, അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധ്യത ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ ഒരു ചായക്കടയുണ്ട്, ആഡിറ്റോറിയത്തിലെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ട്. ഓൾവേസ് പ്രാർത്ഥന, അവരുടെ ഇഷ്ടങ്ങൾ, അവർ തന്നെയാണ് കലാരൂപങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ നെടുമുടി വേണുചേട്ടൻ്റെ ഓർമ്മയിലാണ് ഇവിടെ ഒരു സ്റ്റേജും ഓഡിറ്റോറിയം ഒക്കെ പണിതിട്ടേക്കുന്നത്. ബെഹ്റിൻ ഡിഫറൻറ്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മലയാളി അസോസിയേഷനാണ് നിർമ്മിച്ച് നൽകിയത്. നെടുമുടി വേണുചേട്ടൻ ഇവിടുത്തെ സീമ ചേച്ചിക്ക് മുമ്പ് ഇതിൻ്റെ പേട്ടർ നെടുമുടി വേണുചേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇപ്പോൾ അത്. അവിടെയാണ് ഇപ്പോൾ എല്ലാവരും ഈ പാട്ട് ഡാൻസൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ ആദ്യ നായകനാണ് നെടുമുടി വേണുചേട്ടനെ. ഈ വേദിയിൽ ചേച്ചി അരങ്ങേറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണ്. ചേച്ചി ഭയങ്കര ചിരിയായിരുന്നു. ചേച്ചി കഴിഞ്ഞ ദിവസം
മനസ്സ് ഭയങ്കര സന്തോഷമായി. ഗരിജ ചേച്ചി പറയുന്നത്, ചേച്ചി കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ ഞെട്ടി ഉണർന്നു. പഴയ ഓർമ്മയിലാണ് ഞെട്ടി ഉണരുന്നത്. ഞെട്ടി ഉണർന്ന് ചുറ്റും നോക്കുമ്പം ആ വീടല്ല. അപ്പോൾ അതൊരു പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു സന്തോഷം, വീണ്ടും സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു സന്തോഷം. അതാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. എനിക്ക് വല്ലാതെ വിഷമം തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉറക്കത്തിൽ ഭയന്നെഴുന്നേക്കേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യം അതൊരു മനുഷ്യനും ഉണ്ടാവരുതേ. അതൊരു ഭയങ്കര വേദനയുള്ള കാര്യമാണ്. അത് ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര വലിയൊരു കാര്യമല്ലേ. ഇങ്ങനെ ചെറിയൊരു വീടുകളായിട്ട് ഒരു കുറച്ച് പേരെ എത്ര താമസിപ്പിക്കാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെ എവിടെ നിന്നാണ്? ശരിക്കും അത് അതിൻ്റെ കാരണം ഞാൻ പറയാം. ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ ഒരു വീടില്ലാതെ ജീവിച്ച ആളാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ പിരിഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ അമ്മയാണെങ്കിൽ വളരെ ഒറ്റപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ അമ്മയുടെ സഹോദരങ്ങളെല്ലാം ചേർന്നുള്ള പ്രോപ്പർട്ടിയൊക്കെ വിറ്റു അവരെല്ലാം അവരുടേതായ ജീവിതത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ വീടുകളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ മറ്റു വീടുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്കവിടെ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വേദന ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. കാരണം അവരുടെ വീടിൻ്റെ ഇന്ന ഭാഗത്തേക്ക് കയറരുത്, അവിടെ നിൽക്കരുത്, അവിടെ നോക്കരുത്. അവർ ഭക്ഷണം നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ ബെല്ലടിക്കും. അപ്പോൾ ചെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും താമസിച്ചിടത്തൊക്കെ അതായിരുന്നു. അപ്പം ഇങ്ങനത്തെ ആൾക്കാരായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതെ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ അന്ന് എനിക്കത് അറിയില്ല. അത് ഞാൻ അവിടുത്തെ ആരുമല്ലാന്ന് എൻ്റെ വിചാരം അതെൻ്റെ വീടാണെന്നുള്ളത്. പിന്നെയാണ് അറിയുന്നത് അതൊക്കെ ഞാൻ മറ്റുള്ളവരോടൊപ്പം ജീവിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം ജീവിച്ചതാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ അങ്ങനെ വേദനയോട് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് വന്ന ശേഷവും പല സ്ഥാപനങ്ങൾ, വളരെ വ്യത്യസ്തമായ എല്ലാ സ്ഥാപനങ്ങളും ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതാണ്. കാരണം ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ സഹായിക്കുക, അവരുടെ വേദനകൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ്. ഞാൻ ഭക്ഷണമില്ലാതെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട്, മരുന്ന് കിട്ടാതെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എന്നെ സഹായിക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു പരിചയവുമില്ലാത്ത ആളുകളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന മനോഭാവം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പം മുതൽ. അതിന് പറ്റിയ ചില സാഹചര്യങ്ങൾ, കലൈവരം, സങ്കേതം, അതുപോലെ തന്നെ പത്തനാപുരം ഗാന്ധി ഭവൻ ഒക്കെ ആ പ്രവർത്തനം അവരുമായിട്ടൊക്കെ ഞാൻ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു. ഞാൻ സാറിനോടൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു, നമുക്കിങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമായിരുന്നു. ആ ആശയം ഞാൻ എൻ്റെതായ രീതിയിലേക്ക് പ്രോജക്റ്റ് ചെയ്തപ്പോൾ അത് ഞാനങ്ങ് നടപ്പാക്കി. അതാണ് ഇന്ന് ഈ ജീവകാരുണ്യ ഗ്രാമം എന്ന ഒരു പദ്ധതിയിലേക്ക് വന്നത്. അതെ. പിന്നെ ഇവിടുത്തെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടല്ലോ ആക്ച്വലി അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് ഒരിക്കലും നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. എല്ലാം ചെടികളും കാര്യങ്ങളായാലും ഇവിടെ ഒരുക്കി വെച്ചുള്ള കൃഷികളും കാര്യങ്ങളായാലും ഒക്കെ അടിപൊളി. അപ്പം ഇതിനിവിടെ പണിക്കാരും ഉണ്ട്, പ്ലസ് ഇവിടുത്തെ ആൾക്കാരും ഒക്കെ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു കാരണം ഞാൻ പറയാം. ഇവിടെ ഒരുപാട് ജീവികളുണ്ട്. ഇപ്പം ഇവിടെ നിൽക്കുന്ന ഈ വാഴ കൃഷി ചെയ്തപ്പോഴത്തേക്ക് എന്നോട് കുറേ പേര് വന്ന് പറഞ്ഞ് അത് പന്നി കുത്തു ഇവിടെ വാഴ കൃഷി ചെയ്തത്. അപ്പം ഞാൻ പറയുന്നു പന്നി കുത്തിക്കോട്ടെ, ഇവിടെ കപ്പ ഇട്ടിട്ടുണ്ട്, അപ്പം പന്നി കുത്തും. ഞാൻ പറഞ്ഞു പന്നി കുത്തിക്കോട്ടെ, കാരണം പന്നിക്ക് എന്ന് വെച്ചാൽ 2 കിലോ കപ്പ തരാൻ പറയാൻ പറ്റുമോ? അതിന് വിശപ്പില്ലേ? ഇവിടെ കിളികളുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല, അവിടെ കുരുവികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ കുരുവികളെല്ലാം ഇവിടെ മുട്ടയിടുന്നുണ്ട്, കിളിക്കൂടുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തുടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും പറഞ്ഞത് തുടരുത്. ഇത് അവരുടെ ഏരിയയാണ്, നമ്മൾ അവിടേക്ക് ചേക്കേറിയവരാണ്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു. അവർക്കിപ്പം ചെന്ന് വെച്ച് 2 കിലോ പൂവമ്പഴം തരാം, അല്ലെങ്കിൽ 2 കിലോ ഞാലി പൂവമ്പഴം തരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന വാഴക്കൊല പഴുത്ത് നിന്ന് കണ്ടാൽ അത് തുടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിന്നോട്ടെ. അപ്പോൾ എന്നോട് എൻ്റെ ബ്രദർ ചോദിക്കും, ചേട്ടാ അത് താഴെ വീണ് അഴുകി പോകുമല്ലോ. ഞാൻ പറയാം അഴുകട്ടെ. അഴുകുന്നത് കഴിക്കുന്നത് സൂക്ഷ്മജീവികളാണ്. അവരുടെയും കൂടെ സ്പേസാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവിയെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, ആ ജീവികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫീസ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലെല്ലാം ഒരുപാട് ചിലപ്പോൾ പാമ്പുണ്ട്, അതൊക്കെ ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ 100 മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജീവി പോലും ഇതുവരെ ഇവരെ ആരെയും ഉപദ്രവിച്ചതായിട്ട് ഒരു കഥയുമില്ല. ഒരാൾ പോലും മറ്റൊരാളുടെ ഭക്ഷണം അപഹരിച്ചതായിട്ടൊരു കഥയില്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവരെ ഉപദ്രവിക്കാറില്ല. ഇവിടെ ഇതുവരെ ഒരു വാഴക്കൈ പോലും ഒരു പന്നിയോ മറ്റ് മൃഗങ്ങളോ വന്ന് നശിപ്പിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് അവർ ജീവിക്കട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങൾ ഇതിനുള്ളിലുണ്ട്. അവർക്കൂടെ അവകാശപ്പെട്ടതാണ് നമ്മുടെ ഭൂമി എന്ന് നാം തിരിച്ചറിയണം. അത് നമ്മൾ അതിനുള്ള സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കണം. അപ്പം നമ്മളെ അവർ ശല്യം ചെയ്യില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഏകദേശം എത്രത്തോളം ആൾക്കാരുണ്ടാവും? ഏകദേശം 100 പേരുണ്ട് ഇവിടെ. എല്ലാം ഈ ആരോഗ്യമുള്ളവരെ മാത്രമാണ് ഇങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുന്നത്. കാര്യം ഇത് തീരെ വയ്യാത്തവർ അടൂരിലെ മഹാത്മാ ജനസേവനത്തിലാണ് വിത്തുന്നത്. അവിടെ കൊണ്ടുവന്ന് അവർക്ക് മെഡിക്കൽ എയ്ഡൊക്കെ കൊടുത്തു. അവർ ബെറ്ററായി, അവർ നോർമൽ. അവരുടെ പേരെങ്കിലും പറയാനുള്ളൊരു ആംബിയറാകുമ്പോൾ, കാരണം ഒരുപാട് പേർക്ക് പേര് അറിയില്ലാത്തവരാണ്. അവരെ നമ്മൾ അവർക്കൊരു പേരൊക്കെ ഞങ്ങൾ തന്നെ ഇട്ട് ആണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. സ്വന്തം നാടോ സ്ഥലമോ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ
ഇപ്പോൾ അവർ മലയാളമൊക്കെ പഠിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഭാഷയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് മനസ്സിലാകും. എത്ര വയലൻ്റായിട്ട് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കലും കോവിഡിൻ്റെ സമയത്ത് ഒരു പ്രായമുള്ളൊരു അച്ഛനുണ്ട്, തമിഴ്നാട് സ്വദേശി, ആണ്ടം എന്നാണ് പേര്. പുള്ളി ഇങ്ങനെ ചെറിയ കത്തി ഇങ്ങനെ കൈ പിടിച്ച് വെക്കുകയാണ്. ആര് ചെന്നാലും പുള്ളി ഉപദ്രവിക്കും. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു പട്ടി കടിച്ചു. അപ്പം പേവിഷബാധ ഉണ്ടായോ കോവിഡ് ഉണ്ടായോ എന്നറിയില്ലാതെ ആരോഗ്യവകുപ്പും ഒക്കെ വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് എന്നെ വിളിച്ച് ജില്ലാ കളക്ടർ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു കേസുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നോക്കാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ നേരെ ഈ കത്തി എടുത്ത് 3-4 പ്രാവശ്യം വീശി. പക്ഷേ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആ കയ്യിൽ നിന്ന് ആ കത്തി പിടിച്ച് മേടിച്ച് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു. അദ്ദേഹത്തിന് ഭയമാണ്, എല്ലാ മനുഷ്യനും ഭയമാണ്. കാരണം നമ്മൾ വയലൻ്റായി നിൽക്കുന്ന ഒരു പേഷ്യൻ്റ്, അദ്ദേഹത്തിന് രോഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രോഗമുള്ള ആൾക്ക് കൃത്യമായ മെഡിസിൻ കൊടുത്താൽ മാത്രമേ അത് മാറുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ അപ്പോൾ സാധാരണ എന്ന് വെച്ചാൽ മനുഷ്യൻ കല്ലെടുത്തിരിക്കും അല്ലെങ്കിൽ കമ്പെടുത്ത് അടിക്കാൻ ചെല്ലും. അപ്പോൾ അവർ വിചാരിക്കുന്നത് ചെല്ലുന്നവരെല്ലാം അവരെ ഉപദ്രവിക്കാനാണെന്ന്. പക്ഷേ ഈ രോഗമുള്ളവരോട് നമ്മൾ സ്നേഹമായി അവരെ ഇടപെടുന്ന ഒരു രീതിയുണ്ട്, അതിനൊരു പ്രത്യേക ട്രെയിനിങ് ഉണ്ട് കേട്ടോ. ആ ഒരു ട്രെയിനിങ് ചുമ്മാതെ ചാടിക്കരി ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉപദ്രവിക്കും. അപ്പോൾ അവരുടെ മാനദർശങ്ങളെ മനസ്സിലാക്കി നമ്മൾ അവരെ സഹായിക്കാനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. അവരെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണമോ അവർക്ക് മെഡിസിനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ അവർ നമ്മളെക്കാൾ നോർമലാവും, നമ്മളെക്കാൾ സ്നേഹമുള്ളത്. എനിക്ക് എൻ്റെ അനുഭവമാണ്. എൻ്റെ വീട്ടിലുള്ളവരെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഈ കഴിയുന്ന ആളുകൾ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അവരെൻ്റെ കയ്യെ പിടിക്കുകയും അവരെന്നോട് പറയുന്ന വാക്കുകളും ഒക്കെ എനിക്കൊരിക്കലും മറക്കാനാവില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബന്ധങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തിയെ ഈശ്വര പൂജയായിട്ടാണ് കാണുന്നത്. കാര്യം ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിനുള്ളിൽ ഈശ്വരൻ്റെ അംശമാണ്. ഓരോ സമയവും ഈശ്വരൻ ഓരോ രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈശ്വരൻ്റെ പിറവികളെ പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. യേശുവായി കണ്ടു, കൃഷ്ണനായി കണ്ടു, നബിയായി കണ്ടു, ഇങ്ങനെ പലതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവരുടെ അവതാരങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. മറിച്ച് ഈ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഈശ്വരൻ പിറവിയെടുത്തേക്കെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു പക്ഷേ ഒരു ഭിക്ഷാടകൻ്റെ രൂപത്തിൽ വന്നുകൂടാഴികയുണ്ടോ, ഒരു പ്രായമുള്ള അമ്മയുടെ രൂപത്തിൽ വന്നുകൂടാഴികയുണ്ടോ, ഏതെങ്കിലും ഒരു ജീവിയുടെ രൂപത്തിൽ വന്നുകൂടാഴികയുണ്ടോ? അപ്പം നമ്മളത് ചിന്തിക്കണം. നമുക്ക് ചുറ്റും എപ്പോഴും ഈശ്വരൻ്റെ ഒരു അംശമുണ്ട്, അതിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഈശ്വരൻ നേരിട്ട് വന്നാൽ നാം ഭക്ഷണം കൊടുക്കുന്ന കഴിവുള്ളവരും അദ്ദേഹത്തെ ഏറ്റവും നന്നായി പരിചരിക്കാൻ കഴിയുന്നവരും ആവണം. അപ്പോൾ ഈശ്വരൻ എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല. അപ്പം വരുന്നതെല്ലാം ഈശ്വരാംശമാണെന്നുള്ള തിരിച്ചറിവാണ് മനുഷ്യരുണ്ടാവേണ്ടത്. ഇനി വരുന്ന സമൂഹത്തിന് അനിവാര്യമാണ്, അത് ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കി പോകുന്നത്? ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഇവിടെ കൃഷിയുണ്ട്, ഫിഷ് ഫാമിംഗ് ഉണ്ട്. ഫിഷിനെ ഞാൻ അങ്ങനെ പിടിക്കാറില്ല, പക്ഷേ എന്നാൽ പോലും ഞങ്ങളുടെ ഒരു വരുമാനമാണ് അതൊക്കെ. ഞങ്ങൾക്ക് ഒരു മാസികയുണ്ട്. അതുകൂടാതെ ഞങ്ങൾ പിന്നെ ഈ കറിപ്പൗഡർ യൂണിറ്റ് നിർമ്മിക്കുന്നുണ്ട്, മെഴുകുതിരി നിർമ്മിക്കുന്നുണ്ട്, ചന്ദനത്തിരി നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടേതായ ജോലികൾ ചെയ്യുന്നുണ്ട്. ഈ ജോലിയിലൂടെ കിട്ടുന്ന വരുമാനങ്ങളാണ് പ്രധാനമായുള്ള സോഴ്സ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ വന്ന് സഹായിക്കും. അവരുടെ വീടുകളിലെ സന്തോഷങ്ങൾ, വെഡിങ് ആനിവേഴ്സറികൾ, അവരുടെ വീട്ടിലെ ഓർമ്മ ദിവസങ്ങൾ. ഇപ്പം പല വീടുകളിലും ഈ ഓർമ്മ ദിവസങ്ങളൊന്നും അങ്ങനെ ആചരിക്കത്തില്ല. പകരം എന്താ ചെയ്യും, അവർ ഒന്നുകിൽ ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി ഇവർക്കെല്ലാം വിളമ്പി കൊടുക്കും. അത് ചിലർ അവരുടെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുതരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത്. അപ്പം അത് വിശന്നിരിക്കുന്നവർ കഴിക്കുമ്പോൾ അത് രുചിയോടെയാണ് കഴിക്കുന്നത്. ഒരു പക്ഷേ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കുന്നവർക്ക് ഇത് കൊടുത്താൽ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാനുഷികമായ പരിഗണന, മറ്റുള്ള മനുഷ്യർ നമുക്ക് നൽകുന്ന മാനുഷിക പരിഗണനയാണ് ഇവരെ നമുക്ക് സംരക്ഷിക്കാൻ സാധ്യമാക്കുന്നത്. ഇതെല്ലാം നമ്മുടെയാണ്. ഈ കാണുന്ന മുഴുവൻ നമ്മുടെയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി. അതിന്റെ കുറച്ച് പേരെ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ കുറേ സ്റ്റാഫുകൾ കൂടെ നിൽക്കും. കൂടെ നിന്ന് അവരുമായിട്ട് ചേർന്നാണ് ഇത് ചെയ്യുന്നത്. നമുക്കത് ഇതിലെ അങ്ങോട്ട് കയറിപ്പോ ഞങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു സ്പേസ് ആണ്. അതെ, ഇത് ആക്ച്വലി എവിടെയും കണ്ടിട്ടില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓഫീസിലേക്കുള്ള വഴിയാണ്. പക്ഷെ എങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം ഈ പ്രകൃതിയോടൊന്ന് ഇണങ്ങണമെന്നുള്ള ഒരു സന്ദേശം. കാര്യം ഇതിനുള്ളിൽ എപ്പോഴും കുരുവികളുണ്ടാവും. അവർ നമുക്കൊരിക്കലും ശല്യമല്ല, നമ്മൾ അവർക്കും ശല്യം ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് ഈ കാണുന്ന ഒരു വഴി. ഇതെനിക്ക് തോന്നുന്നു ശരിക്കും ഈ പണ്ടത്തെ ഒരു തറവാട്ടിലും അവിടെയൊക്കെ പോയ പോലുള്ളൊരു ഫീലാണ് നമുക്ക് ഇത് കൂടെ ഒക്കെ നടക്കുമ്പോ തോന്നുന്നത്. ഇത് വളരെ തണുപ്പുള്ള പ്രദേശത്ത് മാത്രം ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഇത് ഞാൻ അതിനുവേണ്ടി ഇത് മുകളിൽ ടാപ്പ് കൊടുത്തിട്ടുണ്ട്, പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പിലൂടെ ഇങ്ങനെ ഒരു 1 hour ഇടവിട്ട് ഇങ്ങനെ വെള്ളം ഡ്രോപ്പ് ചെയ്തോണ്ടിരിക്കും. അതെ, വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് ചെയ്യുന്നത്. ഇത് നമ്മളെ സ്പർശിക്കുമ്പോൾ എത്ര സ്നേഹമാണ് അതിനുള്ളിൽ നിന്ന് മനസ്സിലാക്കുക. പ്രകൃതിയുടെ സ്നേഹമാണ് നമ്മളെ സ്പർശിക്കുന്നത്.
ഇത് ഞങ്ങളുടെ ഓഫീസാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഈ ഓഫീസിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ അനാവത്തായുള്ള ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇതിന് നല്ല തണുപ്പ് ഓടാണ് ഇതിന്റെ മുകളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ പകുതി പ്രശ്നം. കാര്യം ഞങ്ങളെ കാണാൻ വരുന്നവരെല്ലാം മനസ്സ് നിറയെ വിഷമമായിട്ട് വരുന്നവരാണ്. അപ്പോൾ അവരുടെ പരമാവധി അവരുടെ വിഷമങ്ങൾ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം കൂടെ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ സ്ഥാപനം സൃഷ്ടിച്ച് വെച്ചിട്ട് കാര്യമില്ല. അതെ 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 അതെ. അപ്പോൾ ഇതിനുള്ളിലൊക്കെ കണ്ടില്ലേ ഓരോ കൂട് മാനെ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ച് വെക്കുക. കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവരിതൊക്കെ കണ്ട് കേട്ട് ഇതിനിടയ്ക്കൊക്കെ കയറി കളിച്ച് ചിരിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. മിക്കവാറും ഫോട്ടോക്കാരാണ് ഇതിനിടയ്ക്ക് മുഴുവനും. മിക്കവാറും ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ വരും. ആളുകളൊക്കെ പലയിടത്തുനിന്ന് സ്കൂളിൽ നിന്നൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ അവരിവിടെയൊക്കെ കയറി ഇറങ്ങി ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷമാണ്. ഇത് കറുവപ്പട്ടയാണ്. ഇപ്പം ഞങ്ങൾ ഈ കറി പൗഡർ ഉപയോഗിക്കാനായിട്ട് ഇതിന്റെ ഒരു 100 മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ഫീലാണ്. അപ്പോൾ ഒരു ഒറിജിനൽ നമ്മൾ പലപ്പോഴും കറുവപ്പട്ട നമുക്ക് കിട്ടുന്ന മരങ്ങൾ വഴനയൊക്കെയാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസിഡിറ്റി പോലുള്ള അസുഖങ്ങളുണ്ടാവും. നമ്മുടെ ഫുഡിനകത്തല്ല നമ്മളിപ്പോൾ ഇതാ ഇടുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞങ്ങൾ 100 തൈ വാങ്ങിച്ച് നട്ട് പിടിപ്പിച്ചാണ്. ഇതിപ്പോൾ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ മുഴുവൻ ഈ സാധനമുണ്ട്. അപ്പോൾ ഒറിജിനൽ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വെള്ളം വാട്ടർ സോഴ്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുമ്പോഴേ തൊട്ട് മുകളിൽ ഒരു ഉറവയാണ്. വേറെ ഒരാൾ പോലും സ്പർശിക്കാത്ത വെള്ളമാണ് ഇത്. അപ്പോൾ ഭൂമി നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു വരദാനമാണ് ഈ വെള്ളം. ഈ ചെടികൾക്കെല്ലാം ഈ വെള്ളമാണ് പോകുന്നത്. ഇവിടുന്ന് പമ്പ് ചെയ്ത് വെള്ളം ചെടികൾക്കെല്ലാം കൂടെ കൊടുക്കുകയാണ്. അപ്പം അത് ഞങ്ങൾ ഇവിടെ സേവ് ചെയ്യുന്ന ഒരു സംവിധാനം. ഇഷ്ടം പോലെ അത് നാച്ചുറൽ ആയിട്ടാണ്. ഞങ്ങളിട്ട മീനല്ല ഇത്. അത് അതിന് തന്നെ അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പൊ അത് വെള്ളം കയറുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ വെള്ളം കയറി വന്നാൽ അതിനകത്ത് കുറെ മീൻ വന്ന് അവരവിടെ കിടക്കുക. ഞങ്ങൾ അവർക്ക് ഇത് ഇട്ടെടുക്കും, ഇട്ട് കൊടുക്കും. ഉണ്ട് ഒരുപാടുണ്ട്. ഞണ്ട് അങ്ങനെ കുറെ ആമയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് കണ്ടിട്ടുണ്ട്. അമ്പഴം സാധനമാണ്. ഇപ്പൊ നിങ്ങളുടെ കൊച്ചിയിലൊന്നും കാണാൻ കിട്ടാത്ത സാധനം. അത് അങ്ങോട്ട് നോക്കിയട്ടെ. കണ്ട അമ്പഴം കാഴ്ച നിൽക്കുന്നുണ്ടോ? അതാണ്. അത് റെയറാണ്, അപൂർവമായിട്ടുള്ള സാധനം. പല വീടുകളിലും ഈ സാധനം ഇല്ല. പണ്ട് നമ്മുടെയൊക്കെ വീടിന്റെ വാതിക്കലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഇട്ട് ഉപ്പിലിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പക്ഷേ ഇപ്പം ഒരു പലയിടത്തും ഈ സാധനങ്ങൾ ഇല്ലാതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നട്ട് വെച്ചിരിക്കുന്നത്. അത് ഞാൻ പ്രത്യേക കെയറിങ് കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് കാണാനുണ്ടാവണം. അത് ഓറഞ്ചാണ്. അത് ഓറഞ്ച് ഇപ്പം കഴിഞ്ഞ സമയം വരെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ചാണ്. എല്ലാം കായ്ക്കും. അതെല്ലാം മറ്റേ ഞാൻ പറഞ്ഞ കറുവപ്പട്ട പോലുള്ള മരങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഈ പൂമരങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വെച്ചേക്കുവാണ്. മാംഗുസ്റ്റീനുണ്ട്. ആ നിൽക്കുന്ന മാംഗുസ്റ്റീനാണ്. ഇവിടെ നിൽക്കുന്ന ചെറിയുണ്ടോ, ചെറിയൊക്കെ കിളുത്ത് വരികയാണ്. ഇതൊക്കെ ഇവിടെ വളരും. ഇതെല്ലാം ഇവിടെ വളരും. എല്ലാ സാധനം ഇവിടെ ഞങ്ങൾ ഇത് കോളിഫ്ലവറെ കാബേജ് വരെ ഞങ്ങൾ നിർമ്മിച്ചെടുക്കും. പുത്തരിച്ചുണ്ട എന്ന് പറയുന്ന സാധനം നമ്മൾ അറിയാവുന്നവരാണെങ്കിൽ ഇത് തോരൻ വെക്കും. പുത്തരിച്ചുണ്ട എന്ന് പറയുന്ന സാധനം ഇത് നാച്ചുറലി ഇപ്പൊ കിട്ടുന്നില്ല. ഔഷധമാണ്. അങ്ങനെ ഒരു സാധനം. അത് ഇതല്ല ഈ കാണുന്നത്. ഇത് കുഞ്ഞു അരിപ്പോ നിൽക്കുന്നുണ്ട്. അതാണ് ചുണ്ട എന്ന് പറയുന്ന സാധനം. ഇത് ഗ്രാമ്പു ആണ് നിൽക്കുന്നത്. ഗ്രാമ്പു ഒക്കെ പിടിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പൊ കുറെ കാലത്തെ ശ്രമമാണ് ഇതൊക്കെ ഇങ്ങനെ. അത് ബീന ചേച്ചിക്ക് വേണ്ടിയുള്ള മുറിയാണ്. ചേച്ചി ഇന്നിപ്പോ അപ്പുറത്തെ ഗസ്റ്റ് റൂമിലാണ് ഇരിക്കുന്നത്. ഇതിവിടെയാണ് ചേച്ചിയുടെ റൂം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി വരുമോ നമുക്ക് അറിയില്ലാഞ്ഞോണ്ടേ. പിന്നെ തന്നെ ക്രിസ്മസ് ഒക്കെ വന്ന സമയം, ക്രിസ്മസിന്റെ സമയമായിരുന്നോണ്ട് പണിക്കാരെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഇന്ന് വന്നതെല്ലാം ചെയ്തു കൊടുക്കുവാണ്. ഇന്നിപ്പോ ചേച്ചി ഹോസ്പിറ്റലിൽ തീർന്നു. ഇന്നിപ്പോ അത് ഫ്രീ ആവും. തുളസി കണ്ടില്ലേ, നമ്മുടെ എല്ലാം വീടിന്റെ മുമ്പിൽ തുളസി വെക്കണം. തുളസി ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അല്ലാതെ ഞങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളാണ്. അപ്പോൾ ഈ ഓരോ വീടിന് ഇതുപോലെ ആകുന്നുണ്ട്. കായംകുളത്ത് പൊങ്കാല, പെരിങ്ങാല, പാക്കുകണ്ടത്തിൽ രാജപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വിറ്റിട്ട് തന്ന പൈസയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഓരോരുത്തർ അവരുടെ ഓർമ്മയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് തരുന്ന അത് വെച്ചിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പലരും സഹായിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം അവരത്രയും പേര് താമസിക്കുകയാണ് അവിടെ. ഇതിനകത്ത് 7 പേര്. ഇത് കണ്ടോ, ഒരു നാച്ചുറൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. ഓരോ വീടിനും ഞങ്ങൾ ഇതുപോലെ ഈ ഫ്രാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. മാവൊക്കെ കാഴ്ച നിൽക്കുകയാണ്. ഇത് നന്ദ്യാർവട്ടം എന്ന് പറഞ്ഞ ചെടിയാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര സുഗന്ധമാണ്. ഒരു ഈവനിങ് ടൈമിലായിരിക്കും വിരിയുന്നത്. വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി, നല്ല സുഗന്ധമാണ് ഇതിനെല്ലാം. കേട്ടോ, ഈ ഫ്രാഷൻ ഫ്രൂട്ട് ഞങ്ങൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഇതിന്റെ ജ്യൂസ് അടിച്ചു കൊടുക്കും. അപ്പൊ അതൊരു അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങായിട്ട് അതും ചെയ്യുന്നത്. ഇപ്പൊ എത്ര വീടുകളുണ്ടാവും? 10 വീടും പിന്നെ 3 ഡോർമെട്രി. 3 ഡോർമെട്രി. ഒരു ഡോർമെട്രിയിൽ 20-30 പേരൊക്കെ വെച്ച് താമസിക്കും. എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പം ഒരു 100 പേര് മൊത്തത്തിൽ താമസിക്കുന്നത്.
മൊത്തത്തിലൊരു 140ഓളം പ്രവർത്തകരുണ്ട്. അവരുടെ കടുത്ത ശ്രമമാണ് ഇതിനെ ഇങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നത്. ഓരോ ഷിഫ്റ്റായിട്ട് എല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ഓരോ വീടിനും ഓരോ പേരുകളൊക്കെ ഉണ്ട്. എല്ലാ വീടിനും ഓരോ പേരുണ്ട്. അതാരിടുന്ന പേരൊക്കെ ഞങ്ങൾ തന്നെ ഇടുന്ന. കാരണം അതിനൊരു നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ ജീവിതത്തിലെ. നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട നന്മകളെ കുറിച്ചാണ് ആ പേരുകൾ. ഓരോ മനുഷ്യരും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെ ആയിരിക്കണം. അതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പിന്നെ ഇപ്പോൾ വായനശാലയ്ക്കുള്ള സ്ഥലമായി കിടക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കൊരു വലിയൊരു യൂണിറ്റ് വായനശാല ഉണ്ട്. അതിവിടെ കൂടുതൽ ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാം പബ്ലിക്കൊക്കെ തരുന്ന സഹായം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. പെട്ടെന്നൊക്കെ ചെയ്യാൻ നമ്മുടെ വീട്ടിലെ പൈസ. പിന്നെ ഓരോരുത്തരെ സഹായിച്ചാണ് ഇത് ചെയ്യുന്നത്. കണ്ടാ ഫ്ലാഷ് കൂട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിന്റെ മണ്ടയിലോട്ട് കയറിയിട്ട് അങ്ങ് തണുപ്പാക്കുക. ഇതിനകത്തേക്ക് നല്ല സുഖം, നല്ല തണുപ്പ് അതിനകത്ത്. അതാണ് അങ്ങനെ ഇടുന്നത്. അതാണ് സമാധാനത്തിന്റെ വീട്. അതെ അതെ, സമാധാനം. ആ താമസിക്കുന്നവരുടെ മനസ്സിന്റെ ചിന്താഗതിയാണ് സമാധാനം. സമാധാനം ആകർഷിക്കുന്ന ഒരു ടീച്ചറുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ടീച്ചറുടെ ഒരു ആവശ്യമായിരുന്നു എനിക്ക് ആ പേരിടാമെന്ന്. നമ്മളെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം സന്തോഷം നൽകുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു കാര്യത്തിലുണ്ട്. അതെ, ആക്ച്വലി ഇവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ടപ്പം എന്താ പറയാ, ബീന ചേച്ചിനെ നമ്മളിപ്പോൾ ന്യൂസ് കാണുമ്പോഴായാലും ബീന ചേച്ചിനെ മാറ്റുന്നു, ഒരു സ്ഥലത്തിലോട്ട് മാറ്റുന്നു, നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടിലോട്ട് വന്നൊരു ഫീലാണ് മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടണേ. അപ്പം സീമ ചേച്ചി അല്ലേ വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞിട്ടാണ്. സീമ ചേച്ചി ഇവിടുത്തെ രക്ഷാധികാരിയാണ്. ഈ ഒരു പ്രോജക്റ്റിലെ ചേച്ചിയുടെ ഇൻവോൾവ്മെന്റ്സ് വലുതാണ്. എല്ലായ്പ്പോഴും ചേച്ചിയോടെ വരികയും ഇവരോടൊക്കെ ഒപ്പം ഇരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൂടെയാണ്. അപ്പൊ ചേച്ചിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് മോളെ. അതിനകത്ത് ഇവിടെ ആരോടും ദേഷ്യമില്ല. ഇപ്പോൾ ആർക്കും ആരെക്കുറിച്ചും പരാതികളില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും നല്ലത് ചെയ്യണം, അല്ലെങ്കിൽ ഇവരെ ഞങ്ങളെ കുഴപ്പിച്ചു, അങ്ങനെയുള്ളൊരു കാര്യമില്ല. ഇവിടെ ആർഗ്യുമെന്റ്സ് ഇല്ല. ഇവരെല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു ഇതുകൂടി ഉണ്ട് ഇവിടെ. അപ്പൊ ഇതിനെ ഞങ്ങളുടെ ആഗ്രഹമാണ് ഇതിനെ നിങ്ങൾ അനാഥാലയമായിട്ട് കാണണ്ട. ഇത് ഞങ്ങളുടെ വീടാണ്, നമ്മളുടെ വീട്. നിങ്ങളും ഞങ്ങളുടെ ഭാഗമാണ്. നിങ്ങളും ഇവിടെ എത്തുക, ഇവിടെ വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരിക. ഇതെന്താണെന്ന് ജനം ശരിക്കും പറഞ്ഞാൽ ബീന ചേച്ചി എവിടെ വന്നിരിക്കുന്നതെന്ന് ജനം അറിയണം. അവരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറണം. ഇപ്പം മോള് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നും അതെന്താണെന്നുള്ളത്. എല്ലാ ന്യൂസും ചേച്ചി ഇങ്ങനെ മാറ്റുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ അത് എവിടെ വന്നു, എന്താണ് അവസ്ഥ എന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇവരൊക്കെ ഈ ചെയ്യുന്നതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അത് അവരുടെ റുട്ടീനാണ്. അവരവരുടെ ജീവിതചര്യത അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുകയാണ്. ഇതുണ്ട് ശുദ്ധമായ ജലം. ഇത് കണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ലല്ലോ. ഇതുണ്ടാ, ഇതിന് തൊട്ടപ്പുറത്ത് ഇത് ഉള്ള ഒരു ഉറവേന്ന് വരുന്ന വെള്ളമാണ് ഈ തോട്. ഈ തോടിനെ നമ്മളിങ്ങനെ കെട്ടി സംരക്ഷിച്ചേക്കുവാണ്. എല്ലാ ആവശ്യങ്ങളും വെള്ളം ഒഴിക്കുന്നത്. അതെ അതെ അതെ. അല്ല, വേറെ നമുക്ക് മോട്ടറുണ്ട്. ഇവരവരുടെ മാൻ പവർ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് നല്ല ശുദ്ധമായ ജലമാണ്. എത്ര മനോഹരമായിട്ട് ഞങ്ങളവിടെ അവിടെ കുളിക്കാനൊക്കെ ഉള്ള സ്പേസ് അങ്ങനെ ചിന്തിക്കും കേട്ടോ. അവിടെ കല്ലൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട്. അവിടെ എല്ലാം മരങ്ങളാണ്, അപ്പുറത്തെല്ലാം മരങ്ങളാണ്. അല്ല, അവർക്കെല്ലാം അറിയാം. സലീം, എത്ര കാലം ഇവിടെ വന്നിട്ട്? 3 വർഷം. ഇപ്പൊ എങ്ങനെ? നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നല്ല സന്തോഷമായിട്ട് തോന്നുന്നു അല്ലേ? ഇപ്പൊ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ചെടിക്ക് നനച്ചോണ്ടിരിക്കുക. ചെടിക്ക് ഇവിടുന്ന് കോരിട്ട് ചേട്ടൻ എന്താ സീരിയസ് ആയി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് രാജേഷ് എപ്പോഴും ചിരിക്കത്തൊന്നുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും രാജേഷിന് അറിയാം. രാജേഷ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുമ്പിൽ നിൽക്കും. ഇവരൊക്കെ ഒപ്പം കാര്യങ്ങളെല്ലാം നിൽക്കും. പോരായ്മകളുണ്ട്, പക്ഷെ അതൊന്നും രാജേഷ് അവിടെ പ്രകടമാക്കുന്നില്ല. അതാണ്. ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങിയ ഓരോന്ന് ചെയ്യും. അതപ്പോ ഒരു സന്തോഷാണ് അല്ലേ? വീട് എവിടെയാ? ആലപ്പുഴ. എന്നിട്ട് ഇവിടേക്ക് എങ്ങനെ എത്തിയത്? ഇപ്പൊ സാറാണ് ചേട്ടൻ അല്ലേ? ദൈവം എന്നൊക്കെ പറയാതെ, ദൈവമുണ്ട് നിങ്ങളുടെ ഇടയിലാ ദൈവം. ഇവരുടെ എല്ലാം കണ്ട ദൈവമാണ് രാജേഷ് സാർ പറയുന്നത്. ദൈവമല്ല, അതൊരു തെറ്റായ വാക്കാണ്. കാരണം ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അവസാന വാക്കാണ് ദൈവം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ ആ അവസ്ഥകളെ എന്താ പറയുക, ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിനെ മുതലെടുക്കുകയും ചെയ്യുന്നൊരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത് ആവരുത് നമ്മൾ ആരും. മനസ്സിലായി? ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതൊരു അവസാന വാക്ക്, അവരുടെ പ്രതീക്ഷയാണ്. ദൈവം ഞങ്ങളെ രക്ഷിക്കും, ദൈവം ഞങ്ങളെ കെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. നമ്മളാരും അതൊന്നും അല്ലല്ലോ. നമ്മൾ സാധാരണ മനുഷ്യർ മാത്രമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളാണ്, കയ്യും കാലും ഒക്കെ. അത് ഉപയോഗിച്ച് നന്നായി ജീവിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവർ ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാ അങ്ങനെ ആകാവൂ. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. നമ്മളെക്കുറിച്ച് തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്നൊക്കെ ഒരു നിശ്ചയം നമുക്കുണ്ടാവണം.
അപ്പോൾ എനിക്ക് മാത്രമെന്നല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മളത് ഡെഡിക്കേറ്റഡ് ആവണം. ഞങ്ങളത് ചെയ്യാൻ സന്നദ്ധമാണെന്നുള്ളൊരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അല്ലാതെ ആരും നിർബന്ധിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് കണ്ടോ, അത് നിങ്ങൾ കണ്ടോ, നമ്മളിവിടെ നിന്നിട്ട് അതുങ്ങൾ നമ്മളെ ശല്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുങ്ങൾ നമ്മളെ പേടിച്ചിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ അവർക്കറിയാം അവരെ ഉപദ്രവിക്കില്ല, കല്ല് വലിച്ചെറിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഇവിടെ കുറേ നായ്ക്കൾ വരും. അവർ ഭക്ഷണ സമയമാകുമ്പോൾ അവർ വരും. അവർ വന്ന് കഴിച്ചിട്ട് അവരങ്ങ് പോകും. അവരവിടെ ശല്യമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവരുടെ ബാധക വരും. അവിടുന്ന് ആരെങ്കിലും അനാവശ്യമായിട്ട് ഇറങ്ങി കുറച്ചുകൊണ്ട് എല്ലാവരോട് ചെയ്യും. നമ്മൾ വളർത്തുന്നതല്ല, പക്ഷെ അവർക്കറിയാം ഇവിടെ ഭക്ഷണം കിട്ടും, അവരുടെ വിശപ്പ് മാറുമെന്ന് അറിയാം. അപ്പം വിശപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഇത് തന്നെയാണ് ബീന ചേച്ചിക്ക് സംഭവിച്ചത്. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇത്രയും സെലിബ്രിറ്റിയായ ഇത്ര വലിയൊരു ആള്, ഇത്രയും വർഷം കലാരംഗത്ത്, ദൈവം തന്നതല്ലേ കല, അത്രയും വലിയൊരു കഴിവുണ്ടായിരുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരമില്ല, എനിക്ക് ഭയമാണ് എൻ്റെ സഹോദരങ്ങൾ തരുന്നത് കഴിക്കാനെന്ന് പറയാൻ പറ്റുമോ? ആ ഒരു വാർത്ത കേട്ടപ്പോൾ ആക്ച്വലി ചേട്ടൻ എന്താ തോന്നിയത്? എനിക്കത് നന്നായി ഫീൽ ചെയ്യും, എനിക്കത് നന്നായി മനസ്സിലാവും. കാരണം നമ്മൾ ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് അവരെ പോലൊരു സ്ത്രീക്ക് അത് ഒരിക്കലും അവരുടെ വിശപ്പിനെക്കുറിച്ചോ അവർക്ക് മെഡിസിനെ കുറിച്ചോ പറയാൻ പറ്റില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. അന്ന് നിങ്ങളോട് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഏക വാക്കും അത് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ ഇപ്പം ഞാനിവിടെ പറഞ്ഞ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വിശപ്പാണ്. ആ വിശപ്പിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളീ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ 10 ദിവസമോ 15 ദിവസമോ ഒക്കെ വരെ ഉപവാസം എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതോടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. അപ്പം രോഗിയായ ഒരു വ്യക്തിക്ക് അത് എത്രമാത്രം ചെയ്യാൻ പറ്റും? അതിന് ചില പരിമിതികളില്ലേ? അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ബീന ചേച്ചിയുടെ പടങ്ങളൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട് ആ പഴയ പടങ്ങളൊക്കെ. പക്ഷേ ബീന ചേച്ചി എന്നുള്ള ആ പേര് എനിക്കറിയാം. ഇൻഡസ്ട്രിയിലെ ബീന എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് കുമ്പളങ്ങിക്കാരിയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും പഴയ നായികയാണെന്നോ അത്ര വലിയൊരു ഇതില്ല. പക്ഷേ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പുലിവർ കല്യാണം പോലെയൊക്കെയുള്ള സിനിമകളിലൊക്കെ ചേച്ചിയുടെ. അപ്പം ആ ചേച്ചി തന്നെയാണ് കള്ളം പവിത്ര നായിക എനിക്കറിയില്ലായിരുന്നു. അത് ഡിഫറെൻ്റ് ആംഗിളാണ്. അന്നത്തെ മുഖവും ഇന്നത്തെ മുഖവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഒരു 2018 അഭിനയിച്ച സിനിമകളിലുള്ള മുഖവും പഴയ കള്ളൻ പവിത്രനിലെ നായികയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ന് മനസ്സിലാവും. അപ്പം സീമ ചേച്ചി എന്നെ വിളിച്ചപ്പോഴാണ് പറയുന്നത്, രാജേഷേ അത് കള്ളൻ പവിത്രനിലൊക്കെ നായികയായിട്ട് അഭിനയിച്ച നടിയാണ്. ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അതെനിക്ക് അത്ഭുതമായി. അപ്പം ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ശരിയാണ്, ചേച്ചി കുറേ സിനിമ, ഏതാണ്ട് 60ഓളം സിനിമകൾ ഞാൻ അപ്പോൾ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ ആദ്യ നായികയുടെ പേരിലാണ്, നായകൻ്റെ ചേച്ചിയുടെ സിനിമ നെടുമുടി വേണു സാറിൻ്റെ പേരിലാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിരിക്കും. അങ്ങനെ പറയും. ഞാൻ പറഞ്ഞു ചേച്ചി ഇതിനകത്ത് വേണം ചേച്ചിയുടെ അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാറിയെടുക്കണം, മാറി വന്നേ പറ്റൂ. കാരണം ചേച്ചി പറഞ്ഞ് ഇനി അഭിനയിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യം, ചേച്ചിയുടെ കഴിവ് അത് ഈശ്വരൻ തന്നതാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കണം. അത് ആ കഴിവ് മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കണം. അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ കലയിൽ ചേച്ചിക്ക് നൽകാൻ പറ്റുന്ന കുറേ സംഭാവനകളുണ്ട്. കുറേ കുഞ്ഞുങ്ങൾക്ക് ഡാൻസ് പകർന്നു കൊടുക്കാം, കുറേ കുഞ്ഞുങ്ങൾക്ക് അഭിനയം പകർന്നു കൊടുക്കാൻ പറ്റും. ഇനി സമൂഹത്തിന് ചില സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ചേച്ചിയപ്പോൾ ഒരാൾ തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വന്നാലേ അത് വലിയൊരു കോളിളക്കം തന്നെ ഉണ്ടാകും. കാരണം ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് നമുക്ക് തിരിച്ച് ആ ഒരു മനസ്സ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നടക്കട്ടെ. ഇത് നമ്മളുടെ സെൻട്രലൈസ്ഡ് കിച്ചണാണ്. അപ്പോൾ നമ്മുടെ 4 സ്ഥാപനങ്ങളിലേക്കുള്ള ഭക്ഷണവും എല്ലായിടത്തേക്കും ഉണ്ടായിരുന്നു. അതെ, എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിക്കൻ ബിരിയാണി, ബീഫ്, മീൻകറി എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ. ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ലേബർ കോസ്റ്റ് കുറവുണ്ട്. പിന്നെ അധികം ആളുകൾ നമ്മൾ തപ്പി നടക്കണ്ട. ഒക്കെയാണല്ലോ പോയി. ഇത് മീൻകുളമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 കിലോ 8 കിലോ ഒക്കെ ഉള്ള മീനുണ്ട് ഇതിനകത്ത്. പക്ഷേ പിടിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഇച്ചിരി കഴിയുമ്പോൾ അത് ഉയരും. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് മേളോട്ട് വരും, തീറ്റ എടുക്കാൻ വേണ്ടി വരും. പക്ഷെ ഞങ്ങളിത് പിടിക്കത്തില്ല. അതൊരു ഞങ്ങളുടെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അവർക്ക് കൂടി ഇത്രയും സ്പേസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങൾക്ക് നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്പേസ് ആണ് അത്രയും. ഇവന്റെയും പേരൊന്നും അറിയത്തില്ല. ഇവന് പേരിട്ടേക്കുന്നത് അവൻ തന്നെ പറഞ്ഞൊരു പേരാ, പോച്ചി. അവന്റെ സ്ഥലമൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ അവന് മലയാളം അറിയത്തുള്ളൂ, ഹിന്ദി ഒന്നും അറിയത്തില്ല. പോച്ചി എന്താ ഉണ്ട്? ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ശശിലേഖ. ശശിലേഖ. എവിടെന്നാ വരുന്നേ? എടനാട്. എത്ര നാളെ ഇവിടെ വന്നിട്ട്? ഇപ്പൊ 3.25 വർഷമായി. ഇവിടെ എങ്ങനെ പോണു? സുഖമായിട്ട്, കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ടല്ലേ? ചിരി കണ്ടറിയാത്ര സന്തോഷത്തിലായിരിക്കും. കണ്ടു നോക്കി ചേച്ചിയൊക്കെ ചിരിക്കണം. നോക്കി. ചേച്ചിയുടെ പേരെന്താ? ശാന്ത. ശാന്ത. എത്ര വർഷം ഇവിടെ വന്നിട്ട്? 8 വർഷം. 8 വർഷമായി ഇവിടെ വന്നിട്ട്. എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമൊന്നുമില്ല. സൂപ്പറാ.
നമുക്ക് രണ്ടുപേരും പാടി കൊടുക്കുവോ? പാട്ട് പാടൂ. നല്ലപോലെ പാടും. അതെന്നാ രണ്ടുപേരും കേൾക്കണം എനിക്ക്. അക്കാലമിനിയും വരുമോ ഇക്കാവിലിരുന്നൊന്ന് കളിക്കാം കണ്ണൻ ചിരട്ടെ മണ്ണം ചോറാക്കി പുന്നയില കണ്ട് തോരനാക്കി കണ്ണൻ ചിരട്ടെ മണ്ണം ചോറാക്കി പുന്നയില കണ്ട് തോരനാക്കി ചെന്നി അരച്ചു കലക്കി കറിയാക്കി ഉണ്ണിനൊരുങ്ങി ഇരുന്ന നേരം അക്കാലമിനിയും വരുമോ ഇക്കാവിലിരുന്നൊന്ന് കളിക്കാം. സൂപ്പർ 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 സൂപ്പർ. ഇവരെന്തോ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കാറുണ്ടോ? ഇഷ്ടമാണ് പാട്ട് പാടാനല്ലേ? ഇതേപോലെ പാട്ട് പാടി കഷ്ണങ്ങളൊക്കെ നുറുക്കി പണിയെടുക്ക അടിച്ചു പൊളിയിട്ട്. ഓക്കെ, എല്ലാവരും ഇപ്പൊ അടിപൊളിയാണ്, നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ കിച്ചണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. ഗ്യാസ് ഉണ്ട് എങ്കിലും വിറകടുപ്പില്ല. അതിന് വിറകിന് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രുചിയുണ്ട്. ഗ്യാസിൽ ചായയും ഈ ദോശ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ബാക്കി എല്ലാ സാധനവും കറികളെല്ലാം ഉൾപ്പെടെ എല്ലാ സാധനവും നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ചേച്ചി അങ്ങ് കാണാം. ചേച്ചിയെ കാണാം. ചേച്ചി നിൽക്കുന്നത്. അതെ, ഇപ്പൊ ചേച്ചി ആ റൂമിലാണ് താമസിക്കുന്നത്. ഇത് ഞങ്ങള് വല്ലപ്പോഴും സീമ ചേച്ചിയൊക്കെ വരുമ്പോ കിടക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു റൂമാണത്. ഇവിടെ ഫസ്റ്റ് വന്ന ദിവസം ഇങ്ങനെ മൊത്തം വന്ന് കണ്ടായിരുന്നോ? അങ്ങനെ പറഞ്ഞു വന്നത് ഇടക്ക് മാത്രം. ആ സൂര്യൻ തന്നെ ഇവിടെയൊക്കെ കൊണ്ടുവരും, ഇങ്ങനെ ഇടക്കൊക്കെ ഇറങ്ങും. ആണല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് വിഷമമുള്ളപ്പോൾ ഇങ്ങനെ പ്രകൃതി നോക്കി നടന്നാൽ തന്നെ ഭയങ്കര സമാധാനമാണ്. ഞാൻ ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു കാറ്റും ആ ഒരു ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരുപാട് റിലീഫ് കിട്ടും. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക, അതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി അവനവന് വേണ്ടിയിട്ടാണ് ചേച്ചി ഞാൻ അങ്ങനെയാണ് മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ആരോടും വർത്താനൊന്നും പറയില്ല. ചേച്ചി അങ്ങനെ ചടഞ്ഞിരിക്കരുത്, പുറത്തൊക്കെ എല്ലാവരോടൊക്കെ വർത്താനം പറഞ്ഞു. അതെ, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാറുണ്ടോ? ഇല്ല, അവര് ഇടക്ക് വന്നിട്ട് ആരൊക്കെയാണ് മനോരോഗികളുണ്ടല്ലോ, ആരാണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ശരിക്കും അത്രേ ഉള്ളൂ. പിന്നെ രാജേഷ് സാറ് പറഞ്ഞു ഇത് ഇവിടെ വന്നിട്ട് കുറെ നേരം ഇരിക്കണ കാണാമെന്ന്. അതെന്താ ഇവിടെ ഇരുന്നിട്ട് എന്താ ആലോചിക്കണ? എത്ര ഇവരെയൊക്കെ കാണാമല്ലോ, ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാണ് അല്ലേ? അരങ്ങേറ്റം അതന്നെ. നെടുമുടി ചേച്ചിയുടെ ആദ്യത്തെ നായകനാണ് നെടുമുടി വേണു സാർ എന്ന് പറയുന്നത്. അപ്പം സാറിന്റെ സ്മാരകത്തിൽ പണിത ഇവിടെ ഇരുന്നിട്ട് ചേച്ചിയുടെ ഒരു പറഞ്ഞായിരുന്നു രാജേഷ് സാർ, ചേച്ചിയുടെ ഒരു അരങ്ങേറ്റം കാണണം. അതെല്ലാം ചാനലുകാരും പറഞ്ഞു ഇവിടെ ഞങ്ങൾ നടത്തും. അതേപോലെ പിള്ളേരെ പഠിപ്പിക്കുന്നത് കാണണം, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ. അത് ഞങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? അയ്യോ, ഞാൻ അങ്ങനെ ഭരതനാട്യം 1 വർഷം പഠിച്ചിട്ടുള്ള കലാഭവനില്ലേ, ഞങ്ങളുടെ കംപ്ലീറ്റ് ഭരതനാട്യം ഒത്തിരി ഇല്ലേ, കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. അതിലേക്കുള്ളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കുറച്ച്. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട് അരങ്ങേറ്റം നടത്താം. ദൈവം ഇതിനുള്ള അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇവിടെ ഉള്ളത്. ചേച്ചിയുടെ അരങ്ങേറ്റം നമുക്ക് ഇവിടെ ആയിരിക്കും കാണാൻ പറ്റും. ആന്റീനെ പരിചയപ്പെട്ടില്ലേ വന്നിട്ട്? അമ്മയെന്നാ വിളിക്കണം. അവൻ അന്താളിച്ച് നോക്കുക എന്താ ഉണ്ടാവണേന്ന്. എല്ലാം അറിയണം, എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയണം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ബീന ചേച്ചിയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കുടുംബം അല്ലേ? എന്താണ് കുടുംബത്തെ പറ്റി പറയാനുള്ളത്? സന്തോഷമാണ് കണ്ട ബീന ചേച്ചി ചിരിച്ചു കണ്ടിട്ട് എത്ര കാലമായി നമ്മളെല്ലാവരും. ഇപ്പൊ ചേച്ചിയുടെ ചിരിയിൽ തന്നെ അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കിപ്പോൾ വീട് എന്ന് പറയുന്നതും എൻ്റെ ചേച്ചി ചേട്ടൻ അമ്മ എന്ന് പറയുന്നതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ എനിക്ക് അത്രേ പറയാനുള്ളൂ. ചേച്ചിയുടെ ഈ സമാധാനം കണ്ടാൽ മതി നമുക്ക്. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പം നമ്മൾ ഇതൊന്ന് ടാറ്റ പറയും, ഇവിടെ അവസാനിപ്പിക്കുക. ടാറ്റ എന്ന് പറയും. ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം.